താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി മണ്ഡലത്തിൽ നിന്നും റോജി എം ജോൺ മികച്ച വിജയം കരസ്ഥമാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കാലടിയിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമായ ആധിപത്യം പുലർത്തിയ റോജി എം ജോണിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകർ തെരുവിലിറങ്ങി ആഘോഷം തുടങ്ങുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി മണ്ഡലത്തിൽ നിന്നും റോജി എം ജോൺ മികച്ച വിജയം കരസ്ഥമാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കാലടിയിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. വലിയ വിശ്വാസത്തിന് ഇന്നാട്ടിലെ മുഴുവൻ പ്രമുഖരായ വോട്ടർമാരോടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വലിയ നിശബ്ദമായ തരംഗം ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായ വിജയമാണ് UDFിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാലടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അങ്കമാലിയിൽ നിന്നും ജനവിധി നേടിയ റോജി എം ജോണിന് നൽകിയിട്ടുള്ളത്. 4600-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കാലടിയിലെ ജനാധിപത്യ വിശ്വാസികൾ റോജിക്ക് നൽകിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായ വോട്ടുകൾ രേഖപ്പെടുത്തിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയപൂർവ്വം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമായ ആധിപത്യം പുലർത്തിയ റോജി എം ജോണിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകർ തെരുവിലിറങ്ങി ആഘോഷം തുടങ്ങുകയായിരുന്നു. കാലടി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ബാൻഡ് മേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്യുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു. മണ്ഡലത്തിൽ റോജി എം ജോൺ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും ജനകീയ ഇടപെടലുകൾക്കുമുള്ള അംഗീകാരമാണ് ഈ വിജയമെന്ന് UDF പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് മുന്നണിയുടെ തീരുമാനം. വർഗീയതയുടെയും ലഹരി മാഫിയയുടെയും അഴിഞ്ഞാട്ടമായിരുന്നു നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് UDF ചരിത്രപരമായ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അങ്കമാലിയിലും അതേപോലെ തന്നെ കേരളത്തിലെമ്പാടും നല്ല ഒരു വിജയം ലഭിക്കുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ 100 കടക്കും UDF